എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ റെസിപ്പിയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പേര് മാരി മീ ചിക്കൻ. ഇതിപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കനാണ്. ഞാനിവിടെ 3 വലിയ ചിക്കൻ ബ്രസ്റ്റ്, പകുതി ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 6 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ, 2 ടേബിൾ സ്പൂൺ ഒലിവ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക്, 1 കപ്പ് ഹെവി ക്രീം, പകുതി കപ്പ് ഗ്രേറ്റ് ചെയ്ത പാർമേസൻ ചീസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ തൈം, 3/1 കപ്പ് സൺഡ്രൈഡ് തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ബേസിൽ ഇലകൾ. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ചിക്കൻ ആദ്യം മാവിനും ഉപ്പിലും കുരുമുളകിലും മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിൽ ബട്ടറും ഒലിവ് ഓയിലും ഒഴിച്ച് പൊരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ചിക്കൻ വരക്കുക. ഇനി ചിക്കൻ മാറ്റിയിട്ട് അതേ പാനിൽ വെളുത്തുള്ളി വഴറ്റുക. വെളുത്തുള്ളി വഴറ്റുന്ന പാനിലേക്ക് ഇനി അതിനുശേഷം ചിക്കൻ സ്റ്റോക്ക്, ഹെവി ക്രീം, പാർമേസൻ ചീസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നേരത്തെയുള്ള വെളുത്തുള്ളിയുടെ കൂടെ ഇതൊക്കെ ഇട്ട് പാനിലിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, തൈം, സൺഡ്രൈഡ് തക്കാളി എന്നിവ ചേർത്ത് സോസ് ചെറുതായി കുറുകുന്നത് വരെ വേവിക്കുക. സോസ് പാകമാകുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് തിരികെ ഇടുക. കുറഞ്ഞ തീയിൽ 1 മിനിറ്റ് കൂടി വേവിക്കുക. മുകളിൽ ഫ്രഷ് ബേസിൽ ഇലകൾ വിതറി ചൂടോടെ വിളമ്പാം. പാസ്ത, ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്നിവയുടെ കൂടെ ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്. ചേച്ചി, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണ്ടേ?